ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻ്റർനെറ്റ്. ഇവിടെ ഇൻ്റർനെറ്റ്സിൽ ടൈപ്സ് ഓഫ് ഇൻ്റർനെറ്റ് എത്ര ടൈപ്സ് ആണുള്ളത്? നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും പറയാൻ കിട്ടും. കാരണം നമ്മൾ ഒരുപാട് തവണ റിവൈസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഏതൊക്കെയാണ്? ലാൻ, മാൻ, വാൻ. ഓക്കെ, ഇതിൻ്റെ എക്സ്പാൻഷനും അബ്രിവേഷൻസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ലാൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? അതായത് ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിനകത്തുള്ള കമ്പ്യൂട്ടേഴ്സിനൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതിനാണ് ലാൻ യൂസ് ചെയ്യുന്നത്. ദെൻ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഇത് മെട്രോപൊളിറ്റൻ സിറ്റീസിനൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കും. എന്താണ് ലാൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ദെൻ വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എന്താണ് വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഒരു ലാർജ് ഏരിയനെ കവർ ചെയ്യുന്ന നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ലാൻ, മാൻ, വാൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ്. എന്താണ്? ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റർനെറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ദെൻ WWW ഇതെന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസിൻ്റെ ഒക്കെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? വേൾഡ് വൈഡ് വെബ് എന്ന് പറയാം. ഇതിൽ നമുക്ക് HTTP വരും അല്ലേ? എന്താണ് HTTP? ഹൈപ്പർ ടെസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ എന്താ പറയുക? HTTP. അപ്പോൾ ഒരു മാർക്ക് കിട്ടി. ഇതൊരു എക്സ്പാൻഷൻ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് HTTP. ഓക്കെ, ദെൻ ബ്രൗസേഴ്സ്. ക്രോം, ഫയർഫോഴ്സ് ഒക്കെ എന്താണ്? യെസ്, അത് ബ്രൗസേഴ്സ് ആണ്. അപ്പോൾ സെർച്ച് എഞ്ചിനോ? അത് ഗൂഗിളാണ്. എന്താണ് സെർച്ച് എഞ്ചിൻ? ഗൂഗിൾ, ബിങ് ഇതൊക്കെ എന്താണ്? സെർച്ച് എഞ്ചിൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിക് മെയിൽ. എന്താണ്? ഇലക്ട്രോണിക് മെയിൽ. സോ ഇമെയിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും അല്ലേ? മെസ്സേജസ് ഒക്കെ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനാണ് നമ്മൾ ഇമെയിൽസ് യൂസ് ചെയ്യുന്നത്. ജിമെയിലൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് വൈറസ് ആൻഡ് ആൻറ്റി വൈറസ് നോക്കാം. സോ ഈ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ ഡാറ്റാസിനൊക്കെ ഡാമേജ് ചെയ്യുന്നതാണ് എന്ത്? വൈറസ്. ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞാലോ അത് ഈ ഡാമേജസ് നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? ആൻറ്റി വൈറസ്. അപ്പോൾ ഇറ്റ്സ് എ പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ സോഫ്റ്റ്വെയറും വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ സൈബർ സെക്യൂരിറ്റി. അതായത് ഈ ത്രെറ്റ്സ് എന്നൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സൈബർ സെക്യൂരിറ്റി വന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈബർ ലോ ഉണ്ട്. അത് IT ആക്ട് ആണ്. എന്താണ്? IT ആക്ട് വന്ന വർഷം ചോദിക്കും. അതെന്താണ്? 2000 ഇന്ന് വന്നത് നമ്മളുടെ IT ആക്ട്. ഓക്കെ, സോ സൈബർ ലോ IT ആക്ട്, ഇന്ത്യ സൈബർ ലോ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, IT ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പഠിക്കുന്നത് ഓഫീസ് ടൂൾസ് ആണ്. എന്താണ് ഈ ഓഫീസ് ടൂൾസ്? നമ്മൾ ഒരുപാട് ടൂൾസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? വേർഡ് പ്രോസസ്സിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് MS വേർഡ്. എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, ഫോമാറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, പ്രിൻറ്റിന്, പിന്നെ ഇൻസേർട്ടബിൾസ്, പിക്സ് ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? MS വേർഡ് യൂസ് ചെയ്യും അല്ലേ? MS ഓഫീസൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, സോ ഇത് തന്നെയാണ്. ദെൻ സ്പ്രെഡ്ഷീറ്റിന് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന യെസ്, അത് MS Excel ആണ് അല്ലേ? MS Excel അതെന്തിനൊക്കെയാണ്? വർക്ക്ഷീറ്റ്, അതുപോലെ ഫോർമുല ബാറൊക്കെ ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? Excel യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, അത് PowerPoint അല്ലേ? ഇപ്പോൾ നമ്മൾ PowerPoint ഒക്കെ പ്രസൻറ്റ് ചെയ്യില്ലേ? സോ അത് MS PowerPoint ആണ്. അതെന്തിനൊക്കെയാണ്? സ്ലൈഡ്സ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ, അതുപോലെ ഒബ്ജക്ട്സിനെ ഫങ്ഷൻസിനൊക്കെ ഇൻസേർട്ട് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ? PowerPoint. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇനി
ഇനി നമുക്ക് കുറച്ച് ICT എനേബിൾഡ് ലേണിംഗ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നതാണ് ഇ ലേണിംഗ്. എന്താണ് ഇ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രോണിക്. ഓക്കെ, സോ ഓൺലൈൻ ലേണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇ ലേണിംഗ്. അപ്പോൾ ഇ ലേണിംഗ് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് കിട്ടേണ്ട എന്താണ്? ഈ കണ്ടന്റ് ആണ് അല്ലേ? സോ ഈ കണ്ടന്റിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്വയം, NPTEL. ഈ NPTEL നമ്മൾ കഴിഞ്ഞ ക്ലാസ് കൂടെ പഠിച്ചു അല്ലേ? എന്താണ്? നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ് എന്ത്? NPTEL. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ വീഡിയോ കോൺഫറൻസിങ്. ഈ വീഡിയോ കോൺഫറൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വീഡിയോസിൻ്റെ സഹായത്തിലൂടെയുള്ള ക്ലാസ്സസ് ഒക്കെ അല്ലേ? ഇപ്പം നമ്മൾ കോവിഡ് ടൈമിലൊക്കെ കൂടുതലും ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഏതാ യൂസ് ചെയ്തിരുന്നത്? ഈ വീഡിയോ കോൺഫറൻസിങ്ങിന്. യെസ്, ഗൂഗിൾ മീറ്റ് അതുപോലെ സൂം പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്തിരുന്നത്? വീഡിയോ കോൺഫറൻസിങ്ങിനായിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സോ ഇൻറ്ററാക്റ്റീവ് ടൂൾസ് ഇതിൽ വരുന്നതാണ് ഈ കഹൂത്ത് അതുപോലെ മിൻറ്റിമീറ്റർ ഒക്കെ. കഹൂത്ത്, മിൻറ്റിമീറ്റർ ഇതൊക്കെ ഇൻറ്ററാക്റ്റീവ് ടൂൾസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു എക്സ്പാൻഷനാണ്, ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മൂക്ക്. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈ മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്പാൻഷൻ ചോദിക്കും, പഠിക്കുക. എന്താണ് മൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യെസ്, അത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്. എന്താണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. മാറിപ്പോരുത് കേട്ടോ. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ക്ലിയർ അല്ലേ? അപ്പോൾ അത് പഠിച്ചു. ദെൻ മൂഡിൽ എന്താണ്? അതൊരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്താണ്? ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ. ദെൻ സ്മാർട്ട് ക്ലാസ് റൂം. എന്താണ് ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ടെക് എനേബിൾഡ് ലേണിംഗ് ആണ്. അതായത് ഇപ്പോൾ സ്മാർട്ട് ബോർഡ് അതുപോലെ ICT ടെക്നോളജി, പിന്നെന്താ പ്രൊജക്ടേഴ്സ് അതുപോലത്തെ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ക്ലാസ് റൂംസിനാണ് നമ്മൾ എന്ത് പറയുക? സ്മാർട്ട് ക്ലാസ് റൂംസ്. അതായത് ഒരു ടെക് എനേബിൾഡ് ടീച്ചിങ് ആണ്. ഓക്കെ. ദെൻ IT അറ്റ് സ്കൂൾ. അതായത് നമ്മുടെ കേരള സ്കൂളിൻ്റെ ICT പ്രൊജക്റ്റിൽ വരുന്നതാണ് എന്താ? IT അറ്റ് സ്കൂൾ. ഓക്കെ, സോ ഇനി നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് ജനറൽ അപ്ലിക്കേഷൻസ് ആണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സോ ഇതിൽ വരുന്നതാണ് ജനറൽ അപ്ലിക്കേഷൻസ്. എന്താണ് ഈ ജനറൽ അപ്ലിക്കേഷൻസിൽ വരുന്നത്? ഫസ്റ്റ് വരുന്നതാണ് ഇ കൊമേഴ്സ്. എന്താണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊമേഴ്സ് അല്ലേ? അതായത് കൊമേഴ്ഷ്യൽ. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇ കൊമേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം എന്താ പറയുക വരാം? യെസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ എന്താണ്? ഇ കൊമേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഇ ഗവേണൻസ്. എന്താണ് ഈ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഡിജിറ്റൽ ഗവൺമെൻറ് സർവീസസ്. ഇപ്പോൾ ഗവൺമെൻറ് സർവീസസ് ഒക്കെ ഓൺലൈൻ ഡിജിറ്റലി അവൈലബിൾ ആക്കുക, ഈസിലി അവൈലബിൾ ആക്കുക. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എന്ത് വന്നത്? ഇ ഗവേണൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇ ബാങ്കിങ്. ഇ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ബാങ്കിങ്. ഇപ്പം നമ്മൾ UPI അതുപോലെ UPI. എന്താണ് UPI അതുപോലെ നെറ്റ് ബാങ്കിങ് ഇതൊക്കെ എന്താണ്? ഓൺലൈൻ ബാങ്കിങ്ങിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ അല്ലേ? ദെൻ മൊബൈൽ ആപ്സ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ വാട്സപ്പ് അതുപോലെ Paytm ഇതൊക്കെ എന്താണ്? ഇത് മൊബൈൽ ആപ്സോ. ഓക്കെ. ദെൻ സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സോഷ്യലി നമ്മളെ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യുന്നപ്പോൾ സോഷ്യലി കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്? യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ ഫേസ്ബുക്ക് ഇതൊക്കെ എന്താണ്? സോഷ്യൽ നെറ്റ്വർക്കിങ്ങിന് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ അല്ലേ? ദെൻ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ഗ്രീൻ എന്ന് പറഞ്ഞ വേർഡിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? യെസ്, അത് എക്കോ ഫ്രണ്ട്ലി IT യൂസ് ആണ്. എക്കോ ഫ്രണ്ട്ലി IT യൂസിനാണ് എന്ത് പറയുന്നത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ അല്ലേ? ദെൻ സൂപ്പർ കമ്പ്യൂട്ടിംഗ്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഫാസ്റ്റ് കമ്പ്യൂട്ടിംഗ്, ഭയങ്കര ഫാസ്റ്റ് നെറ്റ്വർക്ക് ആയിരിക്കും. സോ ഇതിനാണ് എന്ത്? സൂപ്പർ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ ക്ലൗഡ് സ്റ്റോറേജ്. ഈ ക്ലൗഡ് സ്റ്റോറേജ് ഇപ്പോഴും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ഡ്രൈവ്. എന്താണ് വരിക? ഗൂഗിൾ ഡ്രൈവ്. അതായത് ഓൺലൈൻ ആയിട്ടുള്ള ഫയൽ സ്റ്റോറേജസിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്ലൗഡ് യൂസ് ചെയ്യുക. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയാം. ഗൂഗിൾ ഡ്രൈവ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു ഒറ്റ ടോപ്പിക്കോട് കൂടി നമ്മളുടെ ഒരു മൊഡ്യൂള് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. അതായത് ഒരു മൊഡ്യൂളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.